ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വഴുതന തൈയാണ് കേട്ടോ. ആ തൈയിൽ ഉണ്ടായിട്ടുള്ള വഴുതനയാണ് നമ്മൾ കുറച്ച് ഗ്രോ ബാഗിലായിട്ട് കുറച്ച് വെറൈറ്റി വഴുതനയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പല ടൈപ്പിലുള്ള വഴുതന നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് ഒരുപാട് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. ഒരുപാട് നമ്മൾ വളപ്രയോഗങ്ങളില്ല. നമ്മൾ നോർമലായിട്ട് വെള്ളം രാവിലെയും വൈകിട്ടും ഒഴിച്ചു കൊടുക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇലയൊക്കെ ചിലപ്പോൾ കേടൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കുത്തലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വഴുതനയിലാണെങ്കിലും ഒക്കെ ഇതുപോലെ കേട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഈ സോപ്പ് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല ഭംഗിയല്ലേ? ചില വഴുതനയ്ക്കൊക്കെ പൂവ് നല്ല വെള്ള കളറിലായിരിക്കും, ചിലതിന് നല്ലൊരു പർപ്പിൾ കളറിലായിരിക്കും. ഈ പൂവിൻ്റെ തേനൊക്കെ കുടിക്കാനായിട്ട് ഇതാ കണ്ടില്ലേ, തേനീച്ചയൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? അപ്പം നല്ല രസമായിട്ട് നമുക്ക് വീട്ടിൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ഗ്രോ ബാഗൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വീട്ടിലുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വഴുതനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്താലോ ഗൈസ്. അപ്പോൾ ഈ വഴുതന എന്ന് പറയുന്നത് ആഹാരയോഗ്യമായതും സൊളാനേസി കുടുംബത്തിൽ പെട്ടതുമായ സസ്യമാണ്. ഇത് സൊളാനം മെലോഞ്ചീന എന്നാണ് വഴുതനയുടെ ശാസ്ത്രീയ നാമം. നമ്മൾ ഇംഗ്ലീഷിൽ പിന്നെ ഇതിനെ ബ്രിഞ്ചാൾ എന്ന് പറയാറുണ്ട്, അതേപോലെ തന്നെ എഗ് പ്ലാന്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഓബർജിൻ എന്നും കൂടി ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മൾ വേവിച്ചിട്ടാണ് ഭക്ഷണമാക്കി ഉപയോഗിച്ച് വരുന്നത്. ഒരു വാർഷിക വിളയായിട്ടാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഇത് 40 മുതൽ 150 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും. ഇതിൻ്റെ ഇലകൾ 10 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളവും അതേപോലെ തന്നെ 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ വീതിയുള്ളതുമാണ്. അതേപോലെ ഇത് സെമി വെൽഡ് വിഭാഗത്തിൽപ്പെട്ടവ അല്പം കൂടുതൽ വളരുന്നവയാണ്. ഇത് 225 സെൻറ്റിമീറ്റർ ഉയരത്തിലും ഇലകൾ 30 സെൻറ്റിമീറ്റർ മുകളിൽ നീളമുള്ളതും ആയിരിക്കും. അപ്പോൾ നല്ല വീതിയുള്ളതായിരിക്കും ഇതിൻ്റെ ഇലകളൊക്കെ. ഇതിൻ്റെ പൂക്കൾ വെളുപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലാണ് കാണപ്പെടുക. അതുപോലെ തന്നെ പഴം വളരെ നല്ല മാംസമൊക്കെ ഉള്ള പോലത്തെ ആയിരിക്കും. നല്ലൊരു ഫ്ലഷി ടൈപ്പായിരിക്കും ഈ വഴുതന. അപ്പം നമ്മളിവിടെ കുറേ ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില വഴുതനയൊക്കെ ചെറുതായിട്ടൊരു കശപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പച്ച കളറിൽ കുറച്ച് നീളത്തിലൊരു വഴുതനങ്ങ ഉണ്ടല്ലോ, അത് കുറച്ച് കശപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ബാക്കി ഈ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് കേട്ടോ. എല്ലാം വഴുതന തന്നെയാണെങ്കിലും പക്ഷെ നമ്മൾ ഈ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇത് കണ്ടില്ലേ, ഇത് നല്ല വയലറ്റ് കളറ് വഴുതിരിങ്ങയാണ്. വയലറ്റിൽ ജസ്റ്റ് ഒരു വൈറ്റ് കളർ മിക്സ് വരുന്ന പോലത്തെ ടൈപ്പാണ് കേട്ടോ. ഇത് നല്ല പർപ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആ ഒരു ടൈപ്പല്ല. അതുപോലെ വയലറ്റും ഒരു വൈറ്റും കൂടി മിക്സിങ് വരുന്നതാണ്. നമ്മൾ ഇലയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ചിലതൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടാവും, ചിലതൊക്കെ കേട് ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെള്ളത്തിൽ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മെയിനായിട്ട് നമ്മൾ ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല നീളത്തിലുള്ള പച്ച വഴുതനയാണ്. നല്ല ടേസ്റ്റാട്ടോ ഇത്. അത് ചെറിയ ചവർപ്പൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നല്ല ഉപ്പേരിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ്. എല്ലാ വഴുതിരിങ്ങയും നമ്മൾ ചാറൊന്നും വെക്കുമ്പോൾ അതിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ, ഉപ്പേരിയൊക്കെ വെക്കാനായിട്ട് സൂപ്പറാണ്. കണ്ടില്ലേ, പർപ്പിൾ കളർ ഫ്ലവറാണ്. അതിൻ്റെ മിഡിലായിട്ട് നല്ല യെല്ലോ കളറിൽ, ഓറഞ്ച് യെല്ലോ കളറിലുള്ള ഒരു ചെറിയ മുട്ട് പോലെ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ഗ്രോ ബാഗിൽ വളരെ എളുപ്പത്തിൽ സൂര്യപ്രകാശമൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം ഇത് വെക്കാനായിട്ട്. നമുക്ക് ഒരുപാട് സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കായൊക്കെ വരുള്ളൂ, നല്ല കായ കിട്ടുള്ളൂ. ചെറിയ ചെടിയാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ചെറിയ ചെടിയാണെങ്കിലും നമുക്ക് നിറയെ ഇതിൽ കായൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ബൈ.